രാജാ സാബ്, രാജാ സാബിൻ്റെ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും ഈ ഒരു റിവ്യൂ ഇടണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് കണ്ടു തീർത്ത പടമാണ് രാജാ സാബ്. ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? എൻ്റെ അണ്ണാ മാരുതി അണ്ണനാണ് ഇതിൻ്റെ ഡയറക്ടർ, സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു പടം എടുക്കാൻ പറ്റിക്കുന്നത് ഒന്നെങ്കിൽ ബജറ്റ് കൂടിയതുകൊണ്ട് എന്തെങ്കിലും ആക്കി കൂട്ടാൻ വേണ്ടി എടുത്തതായിരിക്കും, അല്ലെങ്കിൽ പ്രഭാസല്ലേ എന്തെങ്കിലും വേണം എന്ന് വിചാരിച്ചായിരിക്കും. എല്ലാ പ്രഭാസൻ എന്തിനാണ് അഭിനയിക്കുന്നത്? വെറും മുഖം മുട്ടിച്ച് അഭിനയിക്കാനാണോ ഇത്രയും പണം വാങ്ങുന്നത്? ഇതിൽ മനസ്സിലാവുന്നില്ല. കുറേ ഗ്രീൻ സ്ക്രീൻ വെച്ച് ഷൂട്ടിങ്, ഫേസ് ഒട്ടിച്ചിട്ട് ഫൈറ്റിങ്, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? ആകെ ബോറൻ സിനിമ. ഒരു ഒഴുക്കില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു അപരാധം, കാട്ടപരാധം തന്നെ പറയാം. കറക്റ്റ് ഈ സിനിമ കണ്ടു നിർത്തുന്നവർ സമ്മതിക്കണം. ഞാൻ കഷ്ടകാലത്തിന് കണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ റിവ്യൂ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ എൻ്റെ അവസ്ഥ കൊണ്ട് എടുത്തുപോയതാണ്. ഏതായാലും നിങ്ങളും കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. XM channel, please subscribe and like.